കർണാടക കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ഇന്ന് നിർണായകം. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. ചർച്ചയ്ക്ക് ശേഷം ഇരുവരെയും നാളെ ദില്ലിക്ക് വിളിപ്പിച്ചേക്കും. നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്താനാണ് സോണിയാഗാന്ധിയുടെ നീക്കം. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നോബൽ, ദില്ലിയിലേക്ക് വിളിപ്പിക്കും മുൻപേ ഇരുവരും തമ്മിൽ ചർച്ച നടത്തി ഒരു സമവായത്തിലെത്തട്ടെ, അതിനുള്ള നീക്കമാണോ ഹൈക്കമാൻഡ് നടത്തുന്നത്? ഇന്നിപ്പോൾ ഈ ദില്ലിയിലേക്ക് വിളിപ്പിക്കുന്നതിന് മുമ്പ് ബംഗളൂരുവിൽ നേതാക്കളോട് കൂടിക്കാഴ്ച നടത്താനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിദ്ധരാമയ്യ, DK ശിവകുമാർ എന്നിവർ രാവിലെ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തും. DK ശിവകുമാർ സിദ്ധരാമയ്യയുടെ ഔദ്യോഗിക വസതിയിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയാണ് കൂടിക്കാഴ്ച എന്താണെങ്കിലും നടത്തുക. പ്രഭാത ഭക്ഷണം അടക്കം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. പ്രധാനമായും ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് DK ശിവകുമാർ. ഈ രണ്ടുപേരും ചർച്ചകൾ നടത്തിയ സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നാണ് ഹൈക്കമാൻഡ് നോക്കുന്നത്. അത്തരത്തിൽ സമവായത്തിൽ എത്തുകയാണെങ്കിൽ ഇന്നിപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടാകും. പക്ഷെ അതിന് സാധ്യത വളരെ വിരളമാണ്. പ്രത്യേകിച്ച് DK ശിവകുമാർ തനിക്ക് 2.5 വർഷം പൂർത്തിയാകുമ്പോൾ, സർക്കാർ 2.5 വർഷം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന ഉറപ്പ് ഹൈക്കമാൻഡ് നൽകിയിരുന്നു. അത് പാലിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താണെങ്കിലും ഇന്നിപ്പോൾ യോഗത്തിൽ സമവായം ഉണ്ടായില്ലെങ്കിൽ നേതാക്കളെ വീണ്ടും ദില്ലിക്ക് വിളിപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയായി നാളെ നേതാക്കൾ ദില്ലിയിലേക്ക് എത്തും. തുടർന്ന് സോണിയാഗാന്ധി കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ ഇതിനൊരു സമവായം ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഉള്ളത്. നിലവിൽ MLA-മാരുടെ പിന്തുണ ഭൂരിഭാഗവും ഉള്ളത് സിദ്ധരാമയ്യക്ക് തന്നെയാണ്. ആ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡ് വലിയ ആശങ്കയാണുള്ളത്. കാരണം ഇപ്പോൾ സിദ്ധരാമയ്യെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിനെ എങ്ങനെയും അനുനയിപ്പിക്കാൻ നീക്കമായിരിക്കും നടക്കുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് മന്ത്രിസഭ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ DK ശിവകുമാറിന്റെ കൂടുതൽ അനുയായികൾക്ക് മന്ത്രിസ്ഥാനം അടക്കം നൽകിക്കൊണ്ടൊരു നീക്കം നടത്തി അത്തരത്തിൽ സിദ്ധരാമയ്യ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം തുടരാനുള്ള അനുമതി നൽകുക. അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് എന്താണെങ്കിലും ഹൈക്കമാൻഡ് കടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാവിലെ നടക്കുന്ന കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ആ കൂടിക്കാഴ്ചയിൽ സമവായം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും കർണാടക അധികാര തർക്കത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇരു നേതാക്കളോടും ചർച്ച ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കമാൻഡ്. അതിനുശേഷം ദില്ലിയിലേക്ക് വിളിപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.